ഇവിടെ കേറി വരുമ്പോ തന്നെ നല്ല വീട് പണിയുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ വളരെ കുറഞ്ഞൊരു പൈസയായിരുന്നു. ഓക്കെ, അപ്പൊ കോസ്റ്റ് ഈ വീടിന്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം. സർ നമസ്കാരം. നമസ്കാരം. നിങ്ങളോട് ഇൻസിഡന്റ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിശ്വനാഥ് എന്നാണ്. കിട്ടൂരാണ് സാർ, തൃശ്ശൂർ തന്നെയാണ്. അപ്പൊ ഭംഗിയായിട്ട് ഹൗസ് വാമിംഗ് പരിപാടികളൊക്കെ നടക്കാം. അപ്പൊ ഈ ഒരു ബ്രിക്കിന്റെ നമ്മള് മെയിനായിട്ട് ബ്രിക്കിനെ കോൺസെൻട്രേറ്റ് നമ്മൾ അതാണ് കൂടുതൽ പറയുന്നത് നമ്മുടെ ചാനലില്. അപ്പൊ ഈ ബ്രിക്കിലേക്ക് എങ്ങനെ എത്തി അതിന്റെ ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഈ ബ്രിക്ക് എടുക്കാനുള്ളവരുടെ അടുത്ത് എന്തായിരിക്കും പറയാനുണ്ടാവുക? അത് ആക്ച്വലി നമ്മൾ ഈ വീട് പണിയുമ്പോൾ തന്നെ കുറെ കാര്യങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്തിട്ടില്ല. ഈ കട്ടട കാര്യം അതുപോലെ തന്നെ എങ്ങനെ ചെയ്യാമെന്നുണ്ട്. അപ്പൊ അപ്പോഴാണ് ഈ ഒരു പുറത്തോ എന്നുള്ളൊരു സംഭവം, ഒരു ഡേയ്സ് എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് മാറി ഇങ്ങനെ കണ്ടു. അപ്പൊ നോക്കുമ്പോ നിങ്ങളുടെ ഇത് ഞാൻ തോന്നുന്നു ഏറ്റവും കൂടുതൽ കേരളത്തില് പല ഫേസ്ബുക്ക് പേജ് ആയാലും ഇൻസ്റ്റയിൽ ആയാലും കണ്ടത്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ അതിനുമായിട്ട് ഡീലറിനെ സമീപിച്ചപ്പോ നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ചെയ്ത് നോക്കാം. ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ്. നമ്മളിപ്പോ പുറത്തൊക്കെ, കാരണം നമ്മൾ ഈ വർക്ക് തുടങ്ങിയത് ഡിസംബറിലാണ്. അപ്പൊ ഇത് ഫുള്ള് കഴിഞ്ഞത് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പോഴും കഴിഞ്ഞു. അപ്പൊ ഏപ്രിൽ മെയ് നല്ല ചൂട് സമയം. ആ സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് കയറുമ്പോ കറക്റ്റ് നല്ല വ്യത്യാസമായിരുന്നു. ചൂടില് നല്ല വ്യത്യാസമായിരുന്നത്. പുറമേന്ന് ആളുകളായാലും കാണാതിരുന്നവരായാലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരുന്നവരായാലും ചൂട് പറയുന്നതാണ്. ഇനി ഇതിപ്പോ എക്സ്പോസ് ചെയ്യാൻ തന്നെയാണോ, തേക്കാതെ ഫിനിഷിംഗ് ചെയ്യാൻ വിചാരിച്ചിട്ട് തന്നെയാണോ? അതെ, അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തത്. നമ്മൾ അത് തന്നെയാണ് ഒരു ബ്രിക്ക് കാണുന്നത് തന്നെയാണ്. വൈഫാണത് ആക്ച്വലി സെർച്ച് ചെയ്ത് പറഞ്ഞത് ഇങ്ങനെ ബ്രിക്ക് ചെയ്യാം എന്നുള്ള അന്വേഷിക്കാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അന്വേഷിച്ചത്. ഇത് മൊത്തം ഏരിയ എങ്ങനെയാണ്? ഇത് മൊത്തം ഒരു 1000 സ്ക്വയർ ഫീറ്റ് വരും. താഴത്തെ അതേ പ്ലാൻ തന്നെയാണ്. അപ്പൊ ഇവിടെ മുകളിൽ നമുക്ക് ഒരു 2 ബെഡ്റൂം ഒഴിവാക്കി സ്പേസ് കൂട്ടിയിട്ട് സിറ്റ് ഔട്ട്, വലിയൊരു സിറ്റ് ഔട്ട്, വലിയൊരു ഹാള്, നല്ല വലിയ സ്പീഷ്യസ് ആയ ബെഡ്റൂമും, പിന്നെ അതേപോലെ തന്നെ ഹാൾ, കിച്ചൺ, ഡൈനിങ് ഏരിയ തന്നെ. പിന്നെ ഞാൻ വന്നപ്പോ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഫ്ലോറാണ്. ഫ്ലോറിനെ കുറിച്ചൊന്നും പറയാം. ഫ്ലോറിങ് ആക്ച്വലി ഞാൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തമിഴ്നാടാണ്. അപ്പൊ അവിടെയായിട്ട് നമ്മൾ നാടകം താമസിച്ചിട്ടുണ്ടെങ്കിലും ഓരോ വീടുകളിലായാലും ഇതുപോലത്തെ ഒരു അത്തംകൂടി മോഡൽ ടൈപ്സ് അല്ലെങ്കിൽ ഈ ഡോഗ് സൈഡ് ഫില്ല് ചെയ്തിട്ട് നമ്മളിവിടെ ഡോഗ് സൈഡില്ല, അവിടെ വേറെ സെപ്പറേറ്റ് സാധനങ്ങളുണ്ട്. മഞ്ഞ, ചിലപ്പോൾ പച്ച, അങ്ങനെ ഉണ്ടാവും. അതിലൊക്കെ കൂളിംഗ് ആയിരിക്കും. വേനൽക്കാലത്ത് കൂളിങ്ങും മഴക്കാലത്ത് ചൂട് വരും. അതാണ് അങ്ങനെ എടുക്കുക. അപ്പൊ അങ്ങനെ ഒരു അന്വേഷിച്ച് നോക്കിയ സമയത്ത് അത്തംകുടി സീരീസ് നമ്മൾ ഇവിടെ ചെട്ടിനാട് പോവാം. പിന്നെയാണ് അറിയാവുന്നത് അത് കല്യാണിക ടൈൽസ് ഇറക്കുന്നുണ്ട്. അതിന്റെ ഒരു ഫംഗ്ഷൻ അത് ഇറക്കുന്നുണ്ടെന്ന്. അപ്പൊ ശരി, അങ്ങനെ അതിലേക്ക് അറിയാം. ഇതൊരു ബ്രാൻഡഡ് മെറ്റീരിയലാണ്, ഹാൻഡ് മെയ്ഡ്, മറ്റേ ഇതല്ല, ഒറിജിനൽ ആ കൂടിയല്ല, പക്ഷെ അതേ ഫിനിഷിംഗിൽ വരുന്നത് തന്നെയാണ്. ഇതിലും അതേ ഒരു വ്യത്യാസം. വേനൽക്കാലത്ത് കൈ നല്ല നന്നായിരിക്കും, മഴ പെയ്യുന്ന സമയത്ത് കൈ ചൂടും. അപ്പൊ ഡിസൈൻ മാത്രമല്ല അതിന് ഗുണവും കിട്ടുന്നുണ്ട്. കോസ്റ്റ് സെയിം തൊണ്ടിയുടെ റേറ്റ് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. അറൗണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന് 50-55. അപ്പൊ പിന്നെ എല്ലാവരും ചോദിക്കണാണ്, പോറത്തോമിന് ഒരു ബ്രിക്കിന്റെ കോസ്റ്റ് കേൾക്കുമ്പോൾ കൂടുതലാണല്ലോ. അപ്പൊ ഇത് ഭയങ്കര പൈസ കൂടുതലാന്ന് പറഞ്ഞിട്ട് എടുക്കാതെ പോകുന്നവരുണ്ട്, ഇതിന്റെ ഗുണം അറിഞ്ഞിട്ടും. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്തായിരിക്കും പറയണ്ടാവുക? അതായത് ഈ ബ്രിക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതില് വേറെ പ്ലാസ്റ്ററിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഇത് അതേപോലെ നമ്മൾ സാധാരണ കട്ട വെച്ച് പോണ പോലെ പോയിട്ട് ഇതിന്റെ മുകളിൽ ആ ചെയ്യുന്ന സമയത്ത് തന്നെ സിമെന്റോ കാര്യങ്ങളെല്ലാം എല്ലാം വൃത്തിയായി അപ്പം തന്നെ തുടച്ച് പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് തേക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നീട് ഒരു ജസ്റ്റ് ഒരു ക്ലിയർ കോട്ടിങ് അടിച്ചു കൊടുത്താൽ ക്ലീനായി. ആ പ്രകൃതിയുടെ ഒരു എന്താ പറയാ ഒരു റിസോർട്ട്. പല ആൾക്കാരും ഞാൻ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ ഇടുമ്പോൾ സാർ എവിടെയാ റിസോർട്ടിലേക്ക് നമ്മൾ പോയിരിക്കുന്നത്, ഏത് റിസോർട്ടാ, അത് എവിടെയാന്നൊക്കെ ചോദിക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ വീടാണ്, അത് കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ടാണ് പല ആൾക്കാരും ഇവിടെ വന്ന് കാണുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ കോസ്റ്റ് വൈസ് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞൊരു പൈസയായുള്ളൂ. അപ്പൊ കോസ്റ്റ് വൈസ് ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വളരെ കുറവ് തന്നെയാണ്. അത് 100% റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ സർ, താങ്ക് യു സോ മച്ച് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതിന്. ഓൾസോ ഓൾ ദ ബെസ്റ്റ് സർ. പുതിയ വീട്ടിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.